ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു അതിഥി എൻട്രി ആവുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. മുന്നിട്ട് ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യാനുള്ള ചുറ്റിക്കറക്കത്തിലാണെന്നുള്ള. അങ്ങനെ 3-4 ദിവസം അതിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഏതെടുക്കണം അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് നോക്കിയിരുന്ന ആ ഒരു സംഭവം തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇക്കൻ്റെ സെലക്ഷൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ യമാൻ്റെ ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത്. കാരണം ഏതെടുക്കണം കുറേ തിരിഞ്ഞ് മറിഞ്ഞ് ചിന്തിച്ച് അങ്ങനെ പിന്നെ എഞ്ചിനും പക്കയാണ് യമൻ്റെ. അതുപോലെ തന്നെ പിന്നെന്താ മൈലേജും അത്യാവശ്യമുള്ള വണ്ടിയാണ് യമൻ്റെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ വീഡിയോ കാണുന്ന യമൻ്റെ വണ്ടികളൊക്കെ എടുത്ത് ഓട്ടി പരിചയമുള്ളവർ കമൻറ്റ് അയക്കട്ടെ. ഞങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് എന്തായാലും യമൻ്റെ വണ്ടി എടുക്കുന്നത്. ഈ നിൽക്കുന്ന ആളെ സെലക്ഷൻ തന്നെ ആയിരുന്നു. യമൻ്റെ വണ്ടീൻ്റെ ഫീഡ്ബാക്ക് നോക്കുമ്പോഴും അതുപോലെ തന്നെ ആക്സസിൻ്റെ വണ്ടീൻ്റെ ഫീഡ്ബാക്ക് നോക്കുമ്പോഴും എല്ലാത്തിനും കംപ്ലയിൻ്റ് ഉണ്ട്. അത് ആലോചിച്ച് 3-4 ദിവസം എൻ്റെ തല ഇങ്ങനെ വെട്ടിപ്പുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഏതെടുക്കണം എന്നുള്ള. എന്തായാലും നമ്മൾ യമൻ്റെ ഈ ഒരു വണ്ടി തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളെന്തായാലും ഒറ്റ വാശിക്കായിരുന്നു യമൻ്റെ വണ്ടി എടുത്താൽ മതി. വേറെ ഒരു വണ്ടി നോക്കാൻ പോകുമ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഇത് തന്നെ എടുത്തു. അങ്ങനെ നമ്മൾ ഈ ഒരു യമൻ്റെ ഈ ഒരു വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,25,000 രൂപ. യമൻ്റെ ഇപ്പോഴത്തെ വണ്ടികൾ ഹൈബ്രിഡ് ആട്ടോ ഇറങ്ങുന്നത്. ഞങ്ങളെടുത്ത വണ്ടിയാണ് ആ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇടാം ഇൻഷാ അല്ലാ. അങ്ങനെ ഇതാണ് നമ്മളെടുത്ത വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി പുറത്തിറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എടുത്തത് യമൻ്റെ ZR 125 ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങി പറഞ്ഞല്ലോ. കമ്പനി ഇക്ക തന്നെ ഉറപ്പിച്ചത്, അതുപോലെ തന്നെ വണ്ടി സെലക്ട് ചെയ്തതും ഇക്ക തന്നെ ആട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു കളർ നീ ചൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതായിട്ട് ഞാനാക്കണം, അതും നിങ്ങൾ തന്നെ പറഞ്ഞോളി പറഞ്ഞിട്ട് പിന്നെ ഇക്ക ഈ കളർ തന്നെ ആട്ടോ സെലക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. ഞാൻ കുറച്ച് റൗണ്ടൊക്കെ അടിച്ച് ഞാനിക്കും കൂടി രണ്ടാളും കൂടി റൗണ്ടൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഫംഗ്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഫംഗ്ഷൻ തുടങ്ങുന്നില്ലേ ഉള്ളൂ. ഇന്ന് കല്യാണത്തിന് തലേ ദിവസമല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും സാരി ആയിരുന്നു കേട്ടോ. കാരണം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം സാരി ആട്ടോ ഇടേണ്ടതെന്നുള്ളത്. ഈ ഇറക്കാട്ടോ ബ്രൈഡും സാരി തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇതെല്ലാവരും സാരി തന്നെയാണ്. ടൂ വീലറിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ഓടിച്ച് നോക്കിയിട്ട് പറയാം. കാരണം ഈ യമൻ്റെ വണ്ടി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വാങ്ങി നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഫീഡ്ബാക്ക് പറയുന്നത് നല്ലതല്ലല്ലോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ തറവാടിൻ്റെ അടുത്താണ് സ്റ്റേജ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് പെണ്ണിനെ കൊണ്ടുപോവുകയാണ്. കാരണം ഇനി മധുരം കൊടുക്കൽ പിന്നെ നമ്മളെ അല്ലറ ചില്ലറ ഒപ്പന പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നു. ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ഇരിക്കുന്നത് ഉപ്പച്ചിയാട്ടോ, എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ഉപ്പയാണ്. അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെ റൂം വരുന്നത്. ഇന്നലെ ഞാൻ മര്യാദയ്ക്ക് കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അവർ മാറ്റി ഒരുങ്ങി പോയതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാര്യം പറയാം, ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒത്തിരി കല്യാണവും കാര്യങ്ങളും ആളെ കൂട്ടിക്കൊണ്ടവരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഉള്ള ഈ ഒരു ഷെൽഫ് അടിപൊളിയായിട്ട് തോന്നിയിട്ട് നല്ല ഭംഗിയുണ്ട്. കാരണം ചുമരിനോട് ചേർന്നുള്ള ഷെൽഫാണ് കേട്ടോ. പ്ലൈവുഡിൻ്റെയാണ് സാധനം വരുന്നത്, പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൂമിലുള്ള ലൈറ്റ് കാര്യങ്ങൾ. ഒന്നാമത്തെ ഷെൽഫൊക്കെ ഇപ്പോഴത്തെ വരെ ഇങ്ങനെ തുറക്കുന്ന ടൈപ്പല്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക കട്ടിൽ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീക്കി കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഇതിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഷാനു പിടിച്ച വീഡിയോസാട്ടോ. ഞാൻ നടന്നു പോകുന്നു. പിന്നെ ഇവിടുന്ന് ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഓണായിരുന്നു കേട്ടോ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നെ. ഈ വരുന്നത് നോക്കി കഴിഞ്ഞാൽ വീഡിയോ ഓണാക്കിയപ്പോൾ ഇതെവിടുന്ന് അപ്പോൾ പ്രത്യക്ഷപ്പെട്ടെന്നറിയാൻ നോക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടോ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒപ്പന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യല്ലേ, ഏകദേശം കഴിയാനായിട്ടുണ്ട്. പാട്ട് പരിപാടികളൊക്കെ ഇനി നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കലാണ്. അപ്പോൾ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ ഫുഡിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഷാനു എടുത്തത് ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ ഈ ഒപ്പനയും ഡാൻസ് കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് അമ്മോൻ്റെ മോളെ കുട്ടിയാണ്. അപ്പോൾ ഓനാണെങ്കിൽ ഒപ്പന കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല. വീഡിയോ കണ്ടപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കേട്ടോ ആള്. പിന്നെ മോനെ ഞാൻ പറഞ്ഞല്ലേ ഇവരെ കൂടെ ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തലേ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഇത് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.